ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഇത്രയ്ക്കധികം കോയിൻ കൊണ്ട് ഷോപ്പിങ്ങിന് പോണോ അതോ നല്ല സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് വെച്ച് ഷോപ്പിങ്ങിന് പോണോ? അതാണ് ഇന്നത്തെ കൺഫ്യൂഷൻ. വേറെ നല്ല രാവിലെ തന്നെ ഇപ്പൊ നല്ല വിശപ്പുണ്ട്, വീട്ടിലൊന്നും ഇരിക്കുന്നില്ല കഴിക്കാനായിട്ട്. അപ്പൊ ഈ കോയിൻ പറക്കി എണ്ണി തിട്ടപ്പെടുത്തി ഷോപ്പിങ്ങിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഇതാണ് ഇവിടുത്തെ 2 കോയിൻ. 2 യൂറോ, 20 സെൻസ്, ഇത് 5 സെൻസ്, ഇത് 1 സെന്റ്, ഇത് 2 സെൻസ്. നമ്മുടെ 50 യൂറോന്റെ നോട്ട്, 5 യൂറോന്റെ നോട്ട്, 20 യൂറോന്റെ നോട്ട്, 10 യൂറോന്റെ നോട്ട്. ഒന്നിന്റെ കോയിൻ എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നില്ല, കിട്ടുമ്പോൾ കാണിച്ചുതരാം. നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് റവലൂട്ട്. നമുക്കിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വന്നാലോ? ഇതാണ് ഞങ്ങളുടെ മാൾട്ടയിലെ ട്രൈറ്റൺ ഫൗണ്ടെയിൻ, ക്യാപിറ്റൽ സിറ്റി ഓഫ് വലറ്റ. ഇവിടെ താഴെയാണ് കേട്ടോ നമ്മൾ സ്കേറ്റിംഗ് കോച്ചിങ് കൊടുക്കുന്ന സ്ഥലം. ക്യാപിറ്റൽ സിറ്റിയിലൊക്കെ നമുക്ക് റെൻറ്റിനടുത്ത് താമസിക്കണമെങ്കിൽ 1 ലാഖിൻ്റെ അടുത്ത് പെർ മന്ത് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ബേസിക് നീഡ്സ്, ഡെയിലി നീഡ്സിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. സോപ്പ്, ചെരുപ്പ്, വാച്ച്, പേഴ്സ് എന്നീ സാധനങ്ങളൊക്കെ. ഇതാണ് റിപ്പബ്ലിക് സ്ട്രീറ്റ് ഓഫ് വലറ്റ. നല്ല ബിസി സ്ട്രീറ്റാണ്, അതുപോലെ തന്നെ അടിപൊളിയാണ് കാണാനായിട്ട്. ഒരാളെന്തോ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, നോക്കി. അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഞാൻ കുറേ തരത്തിലുള്ള ഓട്സ് കണ്ടു, പക്ഷെ ഏതെടുക്കുന്നത് നല്ല കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. കോൺഫ്ലേക്സ് ഉണ്ട്, ഓട്സ് ഉണ്ട്, നോർമൽ ഓട്സ് ഉണ്ട്. പക്ഷെ നെസ്കേഫിന്റെ ക്യാപ്പിച്ചിനോ എടുക്കണോ വേണ്ടെന്ന് എനിക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഇല്ല കേട്ടാ. വേറെ ഒന്നല്ല, നെസ്കേഫിന്റെ ക്യാപ്പിച്ചിനോ എൻ്റെ ഫേവറേറ്റ് ആണ്. ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഓട്സ് കഴിക്കാൻ പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ നാട്ടിൽ സ്റ്റോപ്പ് ചെയ്തതാ ഓട്സ് തീറ്റാൻ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നും കഴിക്കുമ്പോൾ അങ്ങനെ എനിക്കറിയില്ല. ടേസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയമാണ്.